അപ്പോൾ കൈച്ചൂലിൻ്റെ ആകൃതിയിൽ, കുതിരവാലിൻ്റെ ആകൃതിയിൽ ഒക്കെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘം. ഈ സിറസ് മേഘം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും കൂടുതൽ ഉയരത്തിലായി സുതാര്യമായ പാളികൾ തീർക്കുന്ന സിറസ് മേഘമാണ് സിറോസ്ട്രാറ്റസ്. സൂര്യന് ചുറ്റും വലയം തീർക്കുന്നത് സിറോസ്ട്രാറ്റസ് ആണ്. നിലാവുള്ള രാത്രിയിൽ ചന്ദ്രന് ചുറ്റും പ്രകാശവലയം കാണപ്പെടുന്നതിന് കാരണവും സിറോസ്ട്രാറ്റസ് ആണ്. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലായി ചുരുളൻ വെൺചാമരങ്ങൾ പോലെ വെളുത്ത കട്ടകളായി നിരനിരയായി കാണപ്പെടുന്നതാണ് സിറോ ക്യുമുലസ് മേഘം. ഈ മേഘങ്ങൾ സാധാരണഗതിയിൽ പ്രസന്നമായ കാലാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. മീൻ ചെതുമ്പലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നതും ഈ സിറോ ക്യുമുലസ് മേഘങ്ങളാണ്. അപ്പോൾ ഈ സിറസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. സിറോ സ്ട്രാറ്റസും ഉണ്ട്, സിറോ ക്യുമുലസും ഉണ്ട്. സിറോ സ്ട്രാറ്റസ് ആണെങ്കിൽ സൂര്യന് ചുറ്റും വലയം തീർക്കും, നിലാവുള്ള രാത്രിയിൽ ചന്ദ്രന് ചുറ്റും പ്രകാശവലയം കാണപ്പെടുന്നതിന് കാരണമാവുന്നു. എന്നാൽ വെൺചാമരങ്ങൾ, ചുരുളൻ വെൺചാമരങ്ങൾ പോലെ വെളുത്ത കട്ടകളായി നിരനിരയായിട്ട് കാണപ്പെടുന്നതാണ് സിറോ ക്യുമുലസ് മേഘം. സാധാരണഗതിയിൽ പ്രസന്നമായ കാലാവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മീൻ ചെതുമ്പലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നതും ഈ സിറോ ക്യുമുലസ് മേഘങ്ങളാണ്. ക്യുമുലസ് മേഘം ലംബതലത്തിൽ ഉയർന്ന കൂനകൾ പോലെ കോളിഫ്ലവർ ആകൃതിയിലും ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘം. തെളിഞ്ഞ കാലാവസ്ഥയിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഫെയർ വെതർ ക്യുമുലസ് എന്നും അറിയപ്പെടുന്നു. സംവഹന പ്രക്രിയ കൺവെക്ഷൻ മൂലം രൂപം കൊള്ളുന്ന ക്യുമുലസ് മേഘങ്ങൾ പ്രസന്നമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നു. കാഴ്ചയിൽ ക്യുമുലസ് മേഘങ്ങൾ പഞ്ഞിക്കെട്ടുകൾ പോലെ തോന്നും. 4000 മീറ്റർ മുതൽ 7000 മീറ്റർ വരെ ഉയരത്തിൽ ഇവ രൂപം കൊള്ളുന്നു. പരന്ന അടിഭാഗത്തോടു കൂടി അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന രീതിയിലാണ് ഇവ കാണപ്പെടുന്നത്. ശക്തമായ മഴയും കാറ്റും ഇടിയും ചിലപ്പോഴൊക്കെ ആലിപ്പഴ വർഷവും ക്യുമുലോ നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതയാണ്. ടൊർണാഡോയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മേഘമാണ് ക്യുമുലോ നിംബസ്. താഴ്ന്നു വീശുന്ന കാറ്റിന് സമാന്തരമായി രൂപപ്പെടുന്ന ക്യുമുലസ് മേഘങ്ങളുടെ നിരയെ ക്ലൗഡ് സ്ട്രീറ്റ്സ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ കോളിഫ്ലവറിൻ്റെ ആകൃതി, ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ ഒക്കെ പോലെയാണ് ക്യുമുലസ് മേഘം കാണപ്പെടുന്നത്. തെളിഞ്ഞ കാലാവസ്ഥയിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവയെ നമ്മൾ ഫെയർ വെതർ ക്യുമുലസ് എന്നും പറയാറുണ്ട്. സംവഹന പ്രക്രിയ കാരണവും ഈ മേഘങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, രൂപം കൊള്ളുന്നുണ്ട്. കാഴ്ചയിൽ ക്യുമുലസ് മേഘങ്ങൾ പഞ്ഞിക്കെട്ടുകൾ പോലെ തോന്നും. പരന്ന അടിഭാഗത്തോടുകൂടി അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ശക്തമായ മഴ, കാറ്റ്, ഇടി, ചിലപ്പോൾ ആലിപ്പഴ വർഷവും ക്യുമുലോ നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതയാണ്. ടൊർണാഡോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ക്യുമുലോ നിംബസ്. താഴ്ന്നു വീശുന്ന കാറ്റിന് സമാന്തരമായി രൂപപ്പെടുന്ന ക്യുമുലസ് മേഘങ്ങളുടെ നിരയെ ക്ലൗഡ് സ്ട്രീറ്റ്സ് എന്ന് പറയുന്നു. ഇടിമിന്നലിന് കാരണമാകുന്ന മേഘങ്ങളാണ് ക്യുമുലോ നിംബസ്. കൊടുങ്കാറ്റിൻ്റെ സൂചനയായി പരിഗണിക്കപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ ക്യുമുലസ്. നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘപടലമാണ് കൂൺ മേഘം, മഷ്റൂം ക്ലൗഡ്സ്. അപ്പോൾ ഹിരോഷിമയിലെ നാഗസാക്കി, അതായത് ജപ്പാനിലെ നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘപടലമാണ് കൂൺ മേഘം, മഷ്റൂം ക്ലൗഡ്സ്. 2016 മേഘവിസ്ഫോടനം നടന്ന ഇന്ത്യൻ പ്രദേശം ഉത്തരാഖണ്ഡിലെ കർണപ്രയാഗാണ്.